ഇന്നത്തെ നമ്മുടെ വീഡിയോ പാരപ്പറ്റിന് പൈപ്പ് ഇടുന്നതാണ്. ഇത് ഏകദേശം 10 ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. 2.5 മീറ്ററോളം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇവിടെ കെട്ടിയിട്ടുള്ളത്. നമ്മളിതിവിടെ 2:1 പൈപ്പ് 2 പൈപ്പ് വെച്ചിട്ടാണ് ഒരു ഗ്യാപ്പിലിടുന്നത്. അത് 1 ഇഞ്ച് ഒരു നൂല് വട്ട വെച്ചിട്ട് അതിലേക്ക് പൈപ്പ് വെച്ച് വെൽഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പൈപ്പ് നമ്മൾ സൈഡിൽ ഇറക്കിയ പൈപ്പ് ആദ്യം തന്നെ ഒരു അപ്പോക്സി അടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ പട്ടയും കട്ട് ചെയ്ത് നമ്മളതിനും ഇതുപോലെ പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു 2 പൈപ്പ് വെച്ച് നമ്മൾ സെറ്റാക്കി വെൽഡ് ചെയ്ത് ഏകദേശം ഗ്യാപ്പില്ല സൈഡിൽ 2 ഭിത്തിയുടെ 2 സൈഡിലും പട്ട വെച്ച് അളവെടുത്തിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഓരോ സ്ഥലത്ത് വെച്ച് നോക്കി. അപ്പോൾ വലിയ മാറ്റമൊന്നുമില്ല. അതിന് ശേഷം ഫുള്ള് വെൽഡ് ചെയ്ത് അതിൽ അപ്പോക്സിയും കൂടെ അടിച്ചതിന് ശേഷമാണ് നമ്മൾ ഓരോ ഗ്യാപ്പിൽ കൊണ്ടുവച്ചിട്ടുള്ളത്. ചെറിയൊരു ലെങ്ത്ത് വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. മഴയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് ഈ ഒരു വർക്ക് തീർക്കാൻ ഒരു ദിവസം വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഇവിടെ നമ്മൾ കൊണ്ടുവന്ന് സെറ്റാക്കി ഇങ്ങനെ ഗ്യാപ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 10ൻ്റെ റൗണ്ട് കമ്പി വെച്ച് ഇതുപോലെ ഡ്രില്ല് ചെയ്തിട്ട് ഒരു സൈഡിൽ 2 എണ്ണം വെച്ച് അടിച്ചിട്ടാണ് ഫിറ്റാക്കുന്നത്. ഇതാവുമ്പോൾ നമുക്ക് നല്ല ബലം കിട്ടുന്നുണ്ട്. ഇതുപോലെ അടിച്ച് 10ൻ്റെ റൗണ്ട് കമ്പി അടിച്ചുള്ളിലേക്ക് കയറ്റി വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കില്ലെങ്കിൽ ഹോളിട്ട് ആണിയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് സൈറ്റിൽ നിന്ന് തന്നെ ചെയ്യുമ്പോൾ ഇതാണ് ഒന്നുകൂടെ എളുപ്പം. അതുപോലെ ഷോപ്പിൽ നിന്ന് നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നതാണെങ്കിൽ ഹോളിട്ടിട്ട് കസ്റ്റമേഴ്സിന് തന്നെ വേണമെങ്കിൽ ആണി അടിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഇതുപോലെ മേളിൽ നിന്നൊരു 1 ഇഞ്ചൊക്കെ വിട്ട് താഴെ ഭാഗത്തു നിന്നും ടോട്ടൽ അതിനെ ഈക്വലാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അടിഭാഗത്ത് ഒരു തേപ്പിൻ്റെ കനം ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഫൈനൽ വരുമ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണുള്ളത്. നമ്മൾ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. ഇത് പോർച്ച് ഇതിൽ കാണുന്നത് നമ്മൾ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി വെൽഡ് ചെയ്ത ഭാഗം മൊത്തം നമ്മൾ വീണ്ടും അത് അപ്പോക്സി അടിക്കുന്നുണ്ട്. അതിന് ശേഷം തേപ്പ് കഴിയുമ്പം പട്ടയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ആയിക്കോളും. പരമാവധി ലെങ്ത്ത് കുറച്ച് ചെയ്യുന്നതാണ് കാണാൻ കുറച്ചുകൂടെ ഭംഗി തോന്നുന്നത്. ഇത് വലിയൊരു ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ വലിയ ലെങ്ത്ത് 2.5 മീറ്ററൊക്കെ വരുമ്പോൾ ചെറിയൊരു ആട്ടമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെവലുകളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ സ്പിറ്റ് ലെവലൊക്കെ നോക്കിയിട്ടാണ് കല്ലിൻ്റെ സെൻറ്ററായിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. നല്ല രീതിയിൽ വെൽഡ് ചെയ്യുന്ന ഭാഗത്ത് സ്ട്രോങ് ഉണ്ട്. ടോട്ടൽ വലിയ ലെങ്ത്ത് വരുന്നതുകൊണ്ടുള്ള ഒരു ചെറിയൊരു പൈപ്പിനൊരു കുലുക്കമുണ്ട്. ഈ ഇവിടെ തന്നെ നമ്മൾ വേറെ മുമ്പ് പൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് അത് 1.25 പൈപ്പ് വെച്ചിട്ടുള്ളത്. അപ്പം ഇത്രയും ലെങ്ത്ത് ഉണ്ടായതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലായിരുന്നു. അപ്പോൾ കേബിളും ഇത്രയും ലെങ്ത്തിലേക്ക് നീട്ടി കൊണ്ടുപോയിട്ട് വെൽഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ എളുപ്പം ഇതുപോലെ ചെയ്യുന്നതാണ്. ഈ ഒരു സ്ഥലത്ത് മതിൽ ഗേറ്റ് വരുന്ന ഭാഗത്ത് മുമ്പ് ഗേറ്റ് ഒക്കെ ഫിറ്റാക്കി തേച്ചതാണ്. അപ്പോൾ ഒരു സൈഡിൽ മാത്രം പട്ട വെച്ച് മറ്റേ സൈഡിൽ തേപ്പുള്ള ഭാഗത്ത് 2 കമ്പി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. പോർച്ചും സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള പോർച്ചാണ്. ഇതിൻ്റെ പെയിൻറ്റ് ടച്ച് ചെയ്യുന്നതാണ്. എല്ലാം കൂടെ ഒന്ന് പെയിൻറ്റും ടച്ച് ചെയ്ത് ചെറുതായിട്ട് പൊളിഞ്ഞു പോയ ഭാഗമൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. തേക്കുന്ന സമയത്ത് എന്തായാലും സിമെൻറ്റൊക്കെ വീണ് വൃത്തികേടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് തേപ്പൊക്കെ കഴിഞ്ഞ് അവിടെ ഒന്ന് തുടച്ച് വീണ്ടും എന്തായാലും പെയിൻ്റ് അടിച്ച് കൊടുക്കേണ്ടി വരും. ഏകദേശം ഈ സ്ഥലം കുറച്ച് ചെരിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അതിനനുസരിച്ചാണ് ഇവർ മതിൽ കെട്ടിയിട്ടുള്ളത്. ഇതൊരു മോഡൽ മാത്രമാണ്. കസ്റ്റമേഴ്സിന് എങ്ങനത്തെ മോഡലാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം പാർട്ടി പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ചെയ്തിട്ടുള്ളത്.
മഴയുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കിട്ടിയതുകൊണ്ട് തന്നെ വർക്ക് നമുക്ക് ഫിനിഷാക്കാൻ പറ്റി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.